സർക്കാരിനെതിരെ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി ക്രൈസ്തവ സ്കൂൾ മാനേജ്മെന്റുകളോട് വിവേചനം കാണിക്കുന്നുവെന്ന് പാംപ്ലാനി കുറ്റപ്പെടുത്തി. എയ്ഡഡ് സ്കൂളുകളെ മാഫിയ ഗണത്തിൽപ്പെടുത്തി സർക്കാർ പെരുമാറുന്നുവെന്നും സർക്കാർ കാണിക്കുന്നത് നെറികേടാണെന്നും ആർച്ച് ബിഷപ്പ് രൂക്ഷഭാഷയിൽ വിമർശിച്ചു. തിരുവനന്തപുരം സെന്റ് സേവിയേഴ്സ് കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. ചിറയൻകീഴ് സ്വദേശിയായ അനഘ സുരേഷാണ് ജീവനൊടുക്കിയത്. അധ്യാപകരുടെ പീഡനമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് SFI ആരോപിച്ചു. കോളേജിൽ നടക്കുന്ന സെമിനാറിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ അപകീർത്തികരമായ വീഡിയോ പുറത്തിറക്കിയെന്ന കേസിൽ ക്രൈം നന്ദകുമാറിന് തിരിച്ചടി. കേസിൽ മുൻകൂർ ജാമ്യം തേടി നന്ദകുമാർ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. കേസിൽ നന്ദകുമാറിനെ നേരത്തെ കോടതി അറസ്റ്റിൽ നിന്ന് ഇടക്കാല പരിരക്ഷ നൽകിയിരുന്നു. ഇത് കോടതി എടുത്തുകളഞ്ഞു. മാത്രമല്ല, അന്വേഷണ ഉദ്യോഗസ്ഥനുമായുള്ള ഫോൺ സംഭാഷണം നന്ദകുമാർ സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചതിനെയും കോടതി വിമർശിച്ചു. മെഡിക്കൽ എഞ്ചിനീയറിംഗ് പരീക്ഷാ പരിശീലകരായ ആകാശ് എഡ്യൂക്കേഷണൽ സർവീസസിന്റെ നാഷണൽ ടാലന്റ് ഹണ്ട് സ്കോളർഷിപ്പിനുള്ള ആദ്യ ഓൺലൈൻ പരീക്ഷ ഒക്ടോബർ 4 മുതൽ 12 വരെ നടക്കും. ഓഫ്ലൈൻ മോഡ് പരീക്ഷ ഒക്ടോബർ 5-നും 12-നും നടക്കും. രജിസ്ട്രേഷൻ https://andhe.akash.in എന്ന വെബ്സൈറ്റിലോ ആകാശ് സെന്ററിലോ നിർവഹിക്കാം. 300 രൂപ ഫീസ്. 8 മുതൽ 12 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കാണ് പരീക്ഷ. മൊത്തം 250 കോടി രൂപയുടെ സ്കോളർഷിപ്പുകളും 2.5 കോടി രൂപയുടെ ക്യാഷ് അവാർഡുകളുമാണ് സമ്മാനിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അമ്മയെയും ഉൾപ്പെടുത്തി AI വീഡിയോ പുറത്തിറക്കി കോൺഗ്രസ് ബീഹാർ ഘടകം. സ്വപ്നത്തിൽ അമ്മ വന്ന് തന്നെ രാഷ്ട്രീയ താൽപര്യത്തിന് ഉപയോഗിക്കരുതെന്ന് പ്രധാനമന്ത്രിയോട് പറയുന്നതും അദ്ദേഹം ഞെട്ടിയുണരുന്നതുമാണ് AI വീഡിയോയിലുള്ളത്. വീഡിയോ വന്നതിന് പിന്നാലെ പ്രധാനമന്ത്രിയെയും അദ്ദേഹത്തിന്റെ അന്തരിച്ച മാതാവിനെയും കോൺഗ്രസ് അപമാനിക്കുകയാണെന്നാരോപിച്ച് BJP പ്രതിഷേധവുമായി രംഗത്തെത്തി. ഒരു അമ്മ മകനെ ശരിയായ കാര്യങ്ങൾ ചെയ്യാൻ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ് അനാദരവാകുന്നതെന്ന് കോൺഗ്രസിന്റെ മാധ്യമ പ്രചാരണ വിഭാഗം തലവൻ പവൻ ഖേര ചോദിച്ചു. കർണാടകയിലെ ഹാസനിൽ ഗണേശ് നിമഞ്ജന ഘോഷയാത്രയിലേക്ക് ട്രക്ക് പാഞ്ഞുകയറി 8 പേർ മരിച്ചു. അപകടത്തിൽ 20 പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. 5 പേർ സംഭവസ്ഥലത്തും 3 പേർ ആശുപത്രിയിലുമാണ് മരിച്ചത്. തിരക്കേറിയ NH373 റോഡിലാണ് അപകടമുണ്ടായത്. മരണസംഖ്യ ഉയരുമെന്ന ജില്ലാ ഭരണകൂടം അറിയിച്ചു. പരിഹസിച്ചത് ചോദ്യം ചെയ്തതിന് ദില്ലിയിലെ റോഹിണിയിൽ 15-കാരിയെ ബ്ലേഡിന് കുത്തിക്കേറി കൗമാരക്കാരികൾ. പുറത്തും മുഖത്തുമായി 20-ലേറെ തുന്നിക്കെട്ടിലുമായി 15-കാരി ഗുരുതരാവസ്ഥയിൽ. 2 സ്കൂളിലെ വിദ്യാർത്ഥിനികൾക്കിടയിലുണ്ടായ വാക്കുതർക്കത്തിലെ പ്രതികാരം തീർക്കാനുള്ള അക്രമത്തിലാണ് 15-കാരിക്ക് ഗുരുതര പരിക്കേറ്റത്. 14-നും 15-നും ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥിനികളാണ് 15-കാരിയെ ബ്ലേഡിന് ആക്രമിച്ചത്. ഒട്ടകങ്ങളെ ഉപയോഗിച്ച് മദ്യം കടത്തിയ സംഘത്തെ പിടികൂടി പോലീസ്. ഫരീദാബാദിൽ നിന്നും ദില്ലിയിലേക്ക് മദ്യം കടത്തിയ സംഘത്തെയാണ് പോലീസ് പിടികൂടിയത്. ഒട്ടകങ്ങളെ ഉപയോഗിച്ച് കാട്ടുവഴിയിലൂടെ മദ്യം കടത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് സംഘത്തെ പോലീസ് പിടികൂടിയത്. ഇവരുടെ പക്കൽ നിന്ന് 42 കാർഡ്ബോർഡ് പെട്ടി മദ്യവും 3 ഒട്ടകങ്ങളെയും പോലീസ് പിടിച്ചെടുത്തു. സുപ്രീം കോടതിയുടെ അതിശീവ്ര സുരക്ഷാ മേഖലകളിൽ ഫോട്ടോകൾ എടുക്കുന്നതും സോഷ്യൽ മീഡിയ റീലുകൾ ചിത്രീകരിക്കുന്നതും നിരോധിച്ചു സുപ്രീം കോടതി. അഭിമുഖങ്ങളോ ലൈവുകളോ നൽകാൻ താരതമ്യേന സുരക്ഷാ പ്രശ്നങ്ങൾ കുറവുള്ള പൊൽത്തകടിയുള്ള ഭാഗങ്ങൾ തിരഞ്ഞെടുക്കണമെന്നും മാധ്യമപ്രവർത്തകരോട് ആവശ്യപ്പെട്ടു. സെപ്റ്റംബർ 10-ന് പുറത്തിറക്കിയ സർക്കുലറിലാണ് നിർദ്ദേശമുള്ളത്. മുൻ നിലപാടുകളിൽ നിന്നും വ്യത്യസ്തമായി പലസ്തീൻ പ്രശ്നത്തിൽ ദ്വിരാഷ്ട്ര പരിഹാരം നിർദ്ദേശിക്കുന്ന പ്രമേയത്തിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി ഇന്ത്യ. UN പൊതുസഭയിൽ ഫ്രാൻസ് കൊണ്ടുവന്ന പ്രമേയത്തിനാണ് ഇന്ത്യ അനുകൂലിച്ചത്. ദുരാഷ്ട്ര പരിഹാരം നടപ്പിലാക്കുക വഴി പലസ്തീൻ പ്രശ്നം പരിഹരിക്കാമെന്ന ന്യൂയോർക്ക് പ്രഖ്യാപനത്തെ അംഗീകരിക്കുന്ന പ്രമേയമാണ് ഫ്രാൻസ് പൊതുസഭയിൽ അവതരിപ്പിച്ചത്. പ്രമേയത്തെ ഇന്ത്യയുൾപ്പെടെ 142 രാജ്യങ്ങൾ അനുകൂലിച്ചു. എന്നാൽ ഇസ്രയേൽ, അമേരിക്ക, അർജന്റീന, ഹംഗറി തുടങ്ങിയ 10 രാജ്യങ്ങൾ പ്രമേയത്തെ എതിർത്തു. അടുത്ത കാലത്ത് UN പൊതുസഭയിൽ ഗാസ വിഷയം വോട്ടിന് വരുമ്പോൾ വിട്ടുനിൽക്കുന്ന സമീപനമായിരുന്നു ഇന്ത്യ സ്വീകരിച്ചിരുന്നത്. നേപ്പാൾ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസായ സുശീല കാർക്കി നേപ്പാളിന്റെ ഇടക്കാല പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. നേപ്പാളിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാണ് സുശീല കാർക്കി. രാജ്യത്ത് ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തിയ ആദ്യ വനിത കൂടിയാണ് സുശീല കാർക്കി. ഇന്നലെ രാത്രി 9 മണിക്കായിരുന്നു സത്യപ്രതിജ്ഞ. 34 പേരുടെ മരണത്തിനും ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കാനും ഇടയാക്കിയ ആക്രമാസക്തമായ കലാപത്തിന് പിന്നാലെയാണ് നേപ്പാളിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കമുണ്ടായത്. സാമൂഹിക മാധ്യമങ്ങൾ നിരോധിച്ചതോടെയാണ് നേപ്പാളിൽ ജെൻസികൾ തെരുവിലിറങ്ങിയത്.
നേപ്പാളിൽ അശാന്തി തുടരുന്നതിനിടെ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള തീർത്ഥാടകരുടെ ബസ് കാഠ്മണ്ഡുവിനടുത്ത് അക്രമികൾ തകർക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു. വ്യാഴാഴ്ചയാണ് സംഭവം. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. കാഠ്മണ്ഡുവിലെ പശുപതിനാഥ ക്ഷേത്ര ദർശനം കഴിഞ്ഞു മടങ്ങി വരുന്ന തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന UP രജിസ്ട്രേഷൻ നമ്പർ ബസ്സാണ് ആക്രമണത്തിനിരയായതെന്ന് പോലീസ് പറഞ്ഞു. അമേരിക്കൻ വലതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകനായ ചാർലി കിർക്കിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ അക്രമി പിടിയിലായെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അക്രമത്തിനു മുൻപ് അക്രമി അറിയുന്നവർ തന്നെയാണ് ഇയാളെ പിടികൂടാൻ സഹായിച്ചതെന്നാണ് ട്രംപ് വിശദീകരിച്ചത്. കൊലപാതകത്തിന് കാരണമെന്താണെന്നറിയാനുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ട്രംപ് വിശദീകരിച്ചു. അമേരിക്കൻ വലതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകനായ ചാർലി കിർക്ക് വെടിയേറ്റ് കൊലപ്പെട്ട സംഭവത്തിൽ അറസ്റ്റിലായത് 22-കാരൻ ടൈലർ റോബിൻസനാണ്. കൊലപാതകത്തിന് ശേഷം ടൈലർ റോബിൻസൺ പോലീസ് സ്റ്റേഷനിൽ ബന്ധുവിനൊപ്പം എത്തി കീഴടങ്ങുകയായിരുന്നു. അടുത്തിടെയായി ചാർലി കിർക്ക് പറയുന്നത് വെറുപ്പും വിദ്വേഷവുമാണെന്ന 22-കാരൻ ബന്ധുവിനോട് പറഞ്ഞിരുന്നുവെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഖത്തറിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. ഹമാസിന്റെ ഉന്നത നേതാക്കൾ ദോഹയിലെത്തുമെന്ന കാര്യം ഉറപ്പാക്കിയതിനു ശേഷമാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത്. നീക്കം സംബന്ധിച്ച് അമേരിക്കയ്ക്ക് നേരത്തെ വിവരം ലഭിക്കാതിരിക്കാൻ ഇസ്രയേൽ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഖത്തറിനുമേൽ ആക്രമണത്തിനായി 2 മാസത്തിലധികമായി ഇസ്രയേൽ സൈനിക നടപടികൾ ആസൂത്രണം ചെയ്യുകയായിരുന്നുവെന്നും CNN പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. ഗാസയിൽ ഇസ്രയേൽ ആക്രമണങ്ങളിൽ 59 പലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടു. ഒഴിഞ്ഞുപോകാൻ ആവശ്യപ്പെടുന്ന ലഘുലേഖകൾ ഇസ്രയേൽ വിമാനങ്ങൾ വിതറുന്നുണ്ടെങ്കിലും ഭൂരിപക്ഷവും ഇപ്പോഴും ഗാസ സിറ്റിയിൽ തന്നെ തുടരുന്നു. അഭയാർത്ഥികളാൽ നിറഞ്ഞു കവിഞ്ഞ തെക്കൻ ഗാസയിലെ അൽമവാസിയിലേക്ക് പോയിട്ട് കാര്യമില്ല എന്നതിനാലാണ് മറ്റു വഴിയില്ലാതെ ഗാസ സിറ്റിയിൽ തുടരുന്നത്. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഒമാനെതിരെ പാകിസ്ഥാന് 93 റൺസിന്റെ വമ്പൻ വിജയം. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ 7 വിക്കറ്റ് നഷ്ടത്തിൽ 160 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഒമാൻ 16.4 ഓവറിൽ 67 റൺസിന് ഓൾ ഔട്ടായി. ദേശത്ത് പണപ്പെരുപ്പ് നിരക്ക് ഉയർന്നു. ഓഗസ്റ്റിൽ ചില്ലറ വിലയെ അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പ് നിരക്കിൽ നേരിയ വർധനമാണ് രേഖപ്പെടുത്തിയത്. 2.07% പണപ്പെരുപ്പ് നിരക്ക് ഉയർന്നത്. ജൂലൈയിൽ ഇത് 1.61%. പച്ചക്കറികളുടെയും മത്സ്യത്തിന്റെയും മാംസത്തിന്റെയും വില ഉയർന്നതാണ് പണപ്പെരുപ്പ് നിരക്കിൽ പ്രതിഫലിച്ചത്. കഴിഞ്ഞ വർഷം ഇതേ സമയകാലത്ത് പണപ്പെരുപ്പ് നിരക്ക് 3.65%. ഓഗസ്റ്റ് മാസത്തിൽ പണപ്പെരുപ്പ് നിരക്ക് ഉയരാൻ കാരണം പ്രധാനമായും പച്ചക്കറികൾ, മാംസം, മത്സ്യം, എണ്ണ, കൊഴുപ്പ്, മുട്ട എന്നിവയുടെ വിലയുള്ള വർധനമാണെന്ന് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് അറിയിച്ചു. പണപ്പെരുപ്പം 4% താഴെ നിലനിർത്തണമെന്ന് സർക്കാർ റിസർവ് ബാങ്കിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്.